ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു ഈ ഒരാഴ്ച. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു തേർഡ് വീക്കിൽ തന്നെ ഒരു ഓപ്പൺ നോമിനേഷൻ ഒക്കെ ഒരു സീസണിൽ കൊടുക്കുന്നത്. നമ്മുടെ മലയാളത്തിൽ എന്തായാലും ആദ്യമായിട്ടാണ്. 40-50 ദിവസങ്ങൾക്ക് ശേഷമാണ് ഓപ്പൺ നോമിനേഷൻ ഒക്കെ കൊടുത്ത് ഒരു സീൻ ഉണ്ടാക്കാൻ ബിഗ് ബോസ് ശ്രമിക്കാറുള്ളത്. ഇതിപ്പോ ഒത്തിരി നേരത്തെയാണ്, എന്നാലും സംഭവം കൊള്ളാം. ഓപ്പൺ നോമിനേഷൻസ് എപ്പോഴും വളരെ നല്ലതാണ്. കാരണം ഒരാള് വേറൊരാളെ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടോ എന്ന് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പ്രേക്ഷകർക്കും അവിടെ ഉള്ളവർക്കും എല്ലാവർക്കും സാധിക്കും. അതിപ്പോ കാരണങ്ങളോ പേരുകളോ എന്തായി കഴിഞ്ഞാൽ അങ്ങനെ പലരും ഇൻഫ്ലുവൻസ് ആവുന്നത് ഞാൻ കണ്ടിരുന്നു. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം. ഓരോരുത്തർ പറഞ്ഞ നോമിനേഷൻസ് ഞാനിപ്പോ വായിക്കാം. ഗബ്രി പറഞ്ഞ പേരുകൾ ശരണ്യ, യമുന എന്നിവരുടെയായിരുന്നു. നോറ, ജാസ്മിൻ, ഗബ്രി. ജാസ്മിൻ പറഞ്ഞ പേരുകൾ യമുന, ശ്രീതു. അപ്സര പറഞ്ഞത് അൻസിബ, ഋഷി എന്നിവരെയാണ്. ശ്രീരേഖ പറഞ്ഞത് യമുന, അൻസിബ. യമുന പറഞ്ഞത് ഗബ്രി, നോറ. ശ്രീതു പറഞ്ഞ പേരുകൾ ജാസ്മിൻ, ഗബ്രി. ഋഷി പറഞ്ഞ പേരുകൾ ജാസ്മിൻ, ശ്രീതു. ശരണ്യ പറഞ്ഞ പേര് ജാസ്മിൻ, ഗബ്രി എന്നിവരുടെയാണ്. അൻസിബ പറഞ്ഞത് ശ്രീരേഖ, ജാസ്മിൻ. രസ്മിൻ പറഞ്ഞ പേരുകൾ ജാസ്മിൻ, ഋഷി എന്നിവരുടെയായിരുന്നു. പിന്നെ അർജുൻ പറഞ്ഞത് യമുന, ജാസ്മിൻ എന്നിവരെയാണ്. ജിൻഡോയുടെ നോമിനേഷൻ ഗബ്രി, പിന്നെ ജാസ്മിൻ. ജാൻമണി പറഞ്ഞത് ജാസ്മിൻ, നോറ. ജാസ്മിൻ 7 വോട്ടുകളാണ് ലഭിച്ചത്. ഗബ്രിക്ക് 5, യമുനയ്ക്ക് 4, നോറ, അൻസിബ, ശ്രീതു എന്നിവർക്ക് 2 വോട്ടുകൾ വീതം കിട്ടി. പിന്നെ അപ്സരേനെയാണ് ഡയറക്റ്റ് ആയിട്ട് ഇവരെ നോമിനേറ്റ് ചെയ്തത്, പവർ ടീം. ഋഷിക്ക് 2 വോട്ടുകൾ ലഭിച്ചു. 8 പേരുകളാണ് 4ാമത്തെ ആഴ്ചയിലെ നോമിനേഷനിൽ വന്നത്. ജാസ്മിൻ, ഗബ്രി, യമുന എന്നിവരുണ്ട്. പിന്നെ നോറ, അൻസിബ, ഋഷി എന്നിവരും ഉണ്ട്. അതേപോലെ തന്നെ നോമിനേഷനിൽ ഇതുവരെ വരാത്ത ശ്രീതു, അപ്സര എന്നിവരും ഉണ്ട്. അപ്സരനെയാണ് പവർ ടീം നോമിനേറ്റ് ചെയ്തത്. വളരെ നല്ല തീരുമാനമാണ് അവരെടുത്തത്. ഇവര് ചെയ്തില്ലായിരുന്നെങ്കിൽ അപ്സര ഉറപ്പായിട്ടും ഈ ആഴ്ച ഈ നോമിനേഷനിൽ വരില്ലായിരുന്നു. ശ്രീതു, അപ്സര എന്നിവരായിരുന്നു അവരുടെ മെയിൻ ഓപ്ഷൻസ്. ജിൻഡോ എന്ന ബുദ്ധിരാക്ഷസിന്റെ ഒരു ദീർഘവീക്ഷണം തന്നെയാണ് ശ്രീതു നോമിനേഷനിൽ വരുമെന്നത്. അത് മനസ്സിലാക്കി തന്നെയാണ് പുള്ളി അപ്സരയുടെ പേര് എടുക്കാമെന്ന് എംഫസൈസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അപ്സരനെ അവിടെയുള്ള എല്ലാവരും പറഞ്ഞത്. ഇത് ലാലേട്ടന്റെ ഗെയിം ചേഞ്ചിങ്ങിന്റെ ഭാഗം തന്നെയാണ്. അദൃശ്യമായി കളിക്കുന്നവരെ പറയാൻ പറഞ്ഞ് ലാലേട്ടൻ ഇട്ടുകൊടുത്ത പേരുകളാണ് ഈ 3-4 പേരുകൾ. ഇങ്ങനെ വേണം ഓരോ ലാലേട്ടൻ എപ്പിസോഡും. കളികളെ ട്വിസ്റ്റ് ചെയ്യാൻ പുള്ളിയെ കൊണ്ട് സാധിക്കും. എന്തായാലും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.